വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ശൈഖുന ശംസുൽ ഉലമ. ഈ നാമം കേൾക്കാത്തവരായി കേരളത്തിൽ ഒരാളും ഉണ്ടാവില്ല. എന്നാൽ ഇത് സ്വയം പരിചയപ്പെടുത്തിയ നാമമോ ഉമ്മ വിളിച്ച പേരോ അല്ല, മറിച്ച് ഒരു വലിയ പണ്ഡിതന് ലോകം നൽകിയ വലിയ അംഗീകാരത്തിന്റെ സിംബലായിരുന്നു. ഹരംബകർണ ശൈലിയുടെയും ഉണർത്തി തുറന്നു തരുന്ന വാക്ഷരങ്ങളുടെയും വൈദ്യുതരംഗമായിരുന്ന ശംസുൽ ഉലമ എന്ന മുനകൂർത്ത വാക്കുകളുടെ ഉടമസ്ഥൻ. കനത്തതോ നേർത്തതോ അല്ലാത്ത മൂർച്ചയുള്ള സ്വരവും അതിനായകത്വവും കുലീനതയും തുളുമ്പുന്ന ശരീരഭാഷയും അദ്ദേഹം നീണ്ട 50 ആണ്ടുകളിലെ മലയാളം കണ്ട അസാധാരണ വാഗ്മിയാണ്. പ്രസംഗപീഠത്തിലെ ഭാവനാ സങ്കല്പങ്ങളെ ആവാഹിച്ചെടുത്ത് കേവലം വിരലനക്കങ്ങൾ കൊണ്ട് സദസ്സിനെ നിയന്ത്രിച്ച് ശ്രോതാക്കളുടെ മനസ്സും കൊണ്ട് പറന്ന ചിറകുള്ള ശൈലീശരങ്ങൾ ശംസുൽ ഉലമയ്ക്ക് അറ്റമില്ലാത്ത ശ്രോതാക്കളെയും കൊല്ലാൻ പോലും കണ്ണിരുണ്ട അസൂയാലുക്കളെയും സൃഷ്ടിച്ചു കൊടുത്തു. ആമുഖം എന്നോണം പൊതുവായി പറയട്ടെ, പണ്ഡിതന്മാർ നടപ്പുശീലങ്ങളുടെ ലോകത്ത് നിന്ന് പുറത്തു കടന്ന് സാഹചര്യങ്ങളെ നേരിടണമെന്ന് പാതിരാത്രിയിലും അനാരോഗ്യത്തിലും ദൂരങ്ങൾ താണ്ടി പ്രസംഗിച്ച ശംസുൽ ഉലമ കാട്ടിത്തന്നു. 3 അടിസ്ഥാന തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് 50 കൊല്ലം ശംസുൽ ഉലമ പ്രസംഗിച്ചത്. ഒന്ന്, ഇസ്ലാമിക ശരീഅത്തിന്റെ നിലപാടുകൾ. അതാണ് അദ്ദേഹം ഊന്നിപ്പറഞ്ഞത്. മതമാകട്ടെ മതേതരമാകട്ടെ സാമുദായിക പുരോഗതിയുടെ ആധാരം കണിശവും കർശനവുമായ മതനിഷ്ഠയും ശുഷ്കാന്തിയുമാണെന്ന് അദ്ദേഹം കാട്ടിത്തന്നു. രണ്ടാമത്തെ ഘടകം പ്രായോഗികതയായിരുന്നു. നടപ്പ് രീതികളോടും സാഹചര്യത്തിന്റെ ആവശ്യങ്ങളോടും മുഖം തിരിഞ്ഞുകൊണ്ടുള്ള പ്രതിലോമപരമായ ശബ്ദം ഒരിക്കലും ശംസുൽ ഉലമ നടത്തിയില്ല. അതിനാൽ നിരാകരണങ്ങളെക്കാൾ സ്വീകരണങ്ങളായിരുന്നു കൂടുതൽ. മൂന്നാമത്തേത് ഐക്യ സന്ദേശവും രാജ്യസ്നേഹവുമായിരുന്നു. അനാവശ്യമായ ശൈഥില്യങ്ങൾക്കെതിരെ യുവതലമുറയെ ശംസുൽ ഉലമ നിരന്തരം ഉണർത്തി. വിവേകം കൈവിടുന്ന ഒരു സന്ദർഭവും അദ്ദേഹം സൃഷ്ടിച്ചില്ല. അത്തരമൊരു താളഭംഗമോ വൈകാരിക വൈകല്യമോ ക്ഷോഭസ്ഖലനമോ ഒരിക്കലും ആ മഹാവ്യക്തിത്വത്തോട് ചേർന്നതുമായിരുന്നില്ല. തീവ്ര ശാഠ്യക്കാരായ സ്വന്തം അനുയായികളെ പോലും അവധാനതയുള്ള ശൈലി കൊണ്ട് അടക്കി നിർത്താൻ ശംസുൽ ഉലമയ്ക്ക് സാധിച്ചു. പറഞ്ഞു പോകുന്നതിനു പകരം പറഞ്ഞു തരികയായിരുന്നു ശംസുൽ ഉലമ. പലകാല സന്ധികളിലുണ്ടായ പ്രതിസന്ധികളിൽ ശംസുൽ ഉലമയുടെ വിരോധികൾ ഉപയോഗിച്ച ഭാഷയും ശംസുൽ ഉലമ പ്രയോഗിച്ച ശൈലിയും പുതിയ തലമുറയ്ക്ക് പഠിക്കാൻ മാത്രം അതിസമ്പന്നമാണ്. അതേസമയം ശാന്തവും പക്വവുമായ പുറന്തോടിനകത്ത് നിന്നുകൊണ്ട് ശാബ്ദിക ചാരുതയുടെ മഴവില്ലഴകുകൾ പണിയാൻ ആ പ്രസംഗങ്ങൾക്ക് കഴിഞ്ഞു. അതിൽ ശബ്ദതാളങ്ങളുടെ നിമ്നോന്നതികളുണ്ടായിരുന്നു, ആത്മാർത്ഥതയുടെ ഗഹനതയുണ്ടായിരുന്നു, വിമർശനത്തിന്റെ തീനാളങ്ങൾ ഉണ്ടായിരുന്നു. ജിഹയുടെ ആവനാഴികളിൽ നിന്ന് ശംസുൽ ഉലമ പുറത്തിടുന്ന ശൈലികൾ പ്രവചനാതീതമായി അന്ത്യം വരെ നിലനിർത്താൻ മഹാനവറുകൾക്ക് കഴിഞ്ഞു. ഹിജ്റ 1333 ക്രിസ്താബ്ദം 1914 കോഴിക്കോടിനടുത്ത പറമ്പിൽ കടവിലെ എഴുത്തശ്ശൻ കണ്ടി എന്ന വീട്ടിലാണ് ശംസുൽ ഉലമ എന്ന മഹാപ്രതിഭ ഭൂജാതനായത്. യമനിൽ നിന്ന് കുടിയേറിപ്പാർത്ത പണ്ഡിത പരമ്പരയിലെ പ്രമുഖനായ കോയക്കുട്ടി മുസ്ലിയാരുടെയും ഭാര്യ ബീവിക്കുട്ടിയുടെയും മൂത്ത പുത്രനായിരുന്നു EK അബൂബക്കർ മുസ്ലിയാർ എന്ന ശംസുൽ ഉലമ. പിതാവ് കോയക്കുട്ടി മുസ്ലിയാരും അക്കാലത്തെ മഹാപണ്ഡിതന്മാരിൽ പ്രമുഖനും സൂഫി വര്യനും ത്യാഗിയുമായിരുന്നു. ഇസ്ലാമിക വിജ്ഞാന പ്രചരണത്തിലും ദീനി പ്രവർത്തനത്തിലും ഏർപ്പെട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണം സ്വയം ഏറ്റെടുക്കുകയും മതവിഷയങ്ങളിൽ കൃത്യനിഷ്ഠതയും ആത്മാർത്ഥതയും പുലർത്തിവരികയും ചെയ്യുന്ന കുടുംബമാണ് EK അബൂബക്കർ മുസ്ലിയാർ എന്ന ശംസുൽ ഉലമയുടേത്. പറമ്പിൽ കടവ് അടിയോട്ടിൽ അബൂബക്കറിന്റെ മകൾ ബീവിക്കുട്ടി കോയക്കുട്ടി മുസ്ലിയാർ ദമ്പതികൾക്ക് പിറന്ന EK അബൂബക്കർ മുസ്ലിയാർ അടക്കം 7 പേരും പ്രഗത്ഭരാണ്. പറമ്പിൽ ബസാറിലെ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖുൽ ഖാദിരി കമാലുദ്ദീൻ EK ഉമ്മർ മുസ്ലിയാർ, കാഞ്ഞിരത്തെങ്കിൽ പള്ളി ഖത്തീബായിരുന്ന മർഹൂം EK ഉസ്മാൻ മുസ്ലിയാർ, മർഹൂം EK അലി മുസ്ലിയാർ, സൂഫി വര്യനായ EK അഹമ്മദ് മുസ്ലിയാർ മുറ്റിച്ചൂർ, സുന്നത്ത് ജമാഅത്തിന്റെ അതുല്യനായ പടനായകൻ, ബിദഈ പ്രസ്ഥാനങ്ങളുടെ പേടി സ്വപ്നം, സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന മർഹൂം EK ഹസൻ മുസ്ലിയാർ, പുന്നഖാസിയായ EK അബ്ദുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹും എന്നിവർ ശംസുൽ ഉലമയുടെ സഹോദരന്മാരും ആയിഷ, ആമിന എന്നിവർ സഹോദരികളുമാണ്. വെള്ളിമാടുകുന്നിലെ പരേതനായ ഫാത്തിമ ഹജ്ജുമ്മയായിരുന്നു മഹാനവറുകളുടെ ഭാര്യ. അബ്ദുസലാം, അബ്ദുർ റഷീദ് എന്നീ പുത്രന്മാരും ആയിഷ, ആമിന, നഫീസ, ഹലീമ ബീവി എന്നീ പുത്രിമാരുമാണ് സന്താനങ്ങൾ. പാലാട്ടുപറമ്പ് മുഹമ്മദ് മുസ്ലിയാർ, കുറ്റിക്കാട്ടൂർ PK ഉമ്മർ കോയ ഹാജി, അഹമ്മദ് വട്ടോളി, കിരിശ്ശേരി മുഹമ്മദ് ഫൈസി, മാക്കിൽ മഹമൂദ് എന്നിവർ ജാമാതാക്കളുമാണ്. പിതാവ് കോയക്കുട്ടി മുസ്ലിയാർ അക്കാലത്തെ മഹാപണ്ഡിതനായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ.
സൂഫി വര്യനും ത്യാഗിയുമായ അദ്ദേഹം ഇലാഹി പ്രീതി മാത്രം ലക്ഷ്യമാക്കി സ്വന്തം നാടായ പറമ്പിൽ കടവിൽ ദർസ് നടത്തിപ്പോന്നു. ആ ദർസിൽ നിന്നും അനേകം വിദ്യാദാഹികൾ മധുനുകർന്നിരുന്നു. അക്കാലത്തെ മതനവോത്ഥാനത്തിനും സമൂഹ സംസ്കരണത്തിനും നായകത്വം വഹിച്ച അദ്ദേഹം ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖ് കൂടിയായിരുന്നു. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള മക്കൾക്ക് വിദ്യാഭ്യാസവും ആത്മീയ ശിക്ഷണവും നൽകിയത് സുപ്രസിദ്ധ പണ്ഡിതനായിരുന്ന മർഹൂം കുട്ടിയാമ മുസ്ലിയാരുടെ അക്കാലത്തെ മഹ്ദൂം പണ്ഡിതരുടെയും ശിഷ്യഗണങ്ങളിൽ പ്രധാനിയായ പിതാവ് കോയക്കുട്ടി മുസ്ലിയാർ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ മനപ്പാടമുള്ള പിതാവിൽ നിന്നും ഖുർആൻ പഠിച്ചു തുടങ്ങി. മഹല്ലി വരെ പിതാവ് ഓതിക്കൊടുത്തു. ജീവിത പ്രാരാബ്ദങ്ങൾ പേറി പ്രയാസപ്പെട്ടിട്ടും ആരുടെയും ഔദാര്യത്തിനു മുമ്പിലും തന്റെ അഭിമാനവും മാന്യതയും പണയപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം. തന്റെ സന്താനങ്ങൾക്ക് ശൈശവത്തിൽ തന്നെ അഭിമാനബോധവും ത്യാഗബുദ്ധിയും മനോദാർഢ്യവും പകർന്നു കൊടുക്കുന്നതിൽ വളരെ ദീർഘദൃഷ്ടിയോടെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. പട്ടിണി കിടന്ന് വിശന്നു വലയുമ്പോഴും ചിമ്മിണിക്ക് കാശില്ലാതെ നിലാവെളിച്ചത്തിലിരുന്ന് അൽഫിയയുടെ ബൈത്തും ഷറഹും അഥവാ പദ്യങ്ങളും വ്യാഖ്യാനങ്ങളും മനഃപ്പാടമാക്കിയ രംഗം കഥാപുരുഷന്റെ സഹോദരൻ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ ഒരവസരത്തിൽ വിവരിച്ചത് ഓർത്തുപോവുകയാണ്. അങ്ങനെ പിതാവിൽ നിന്നും പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ ശേഷം വലിയുല്ലാഹി മടവൂർ C.M. അബൂബക്കർ മുസ്ലിയാരുടെ പിതാവും പ്രഗൽഭ സൂഫി വര്യനും പ്രമുഖ പണ്ഡിതനുമായ മടവൂർ കുഞ്ഞായിൻ കോയ മുസ്ലിയാരുടെ അടുത്താണ് മഹാനവറുകൾ ഓതിപ്പടിച്ചത്. പിന്നീട് വാഴക്കാട് ദാറുൽ ഉലൂമിൽ എത്തിച്ചേർന്നു. അവിടെ പ്രിൻസിപ്പളായിരുന്ന പള്ളിപ്പുറം അബ്ദുൽ ഖാദിർ ഫലുഫരിയായിരുന്നു മഹാന്റെ പ്രധാന ഉസ്താദ്. ഫത്ഹുൽ മുഈൻ, അൽഫിയ തുടങ്ങിയ പ്രധാന ഫിഖ്ഹ് വ്യാകരണ ഗ്രന്ഥങ്ങൾ പൊന്നാനി സിൽസില എന്ന പേരിൽ അറിയപ്പെടുന്ന സിലബസ് അനുസരിച്ച് പൊന്നാനിയിലെ മഖ്ദൂം പണ്ഡിതരുടെ വ്യാഖ്യാനങ്ങളോടെ പഠിച്ചു തീർത്ത് പിന്നീട് ഉപരിപഠനത്തിനായി ബെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ എത്തിച്ചേർന്നു. ശേഷം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ദർസിലും സമസ്ത മുഷാവറാംഗവും ഉന്നത നേതാവുമായിരുന്ന ഐനിക്കാട് ഇബ്രാഹിം മുസ്ലിയാരുടെ ദർസിലും പഠിച്ചു. ഷെയ്ഖ് അബ്ദുറഹീം ഹസ്രത്ത്, ഷെയ്ഖ് ആദം ഹസ്രത്ത്, ഷെയ്ഖ് അബ്ദുൽ അലി ഹസ്രത്ത്, ഷെയ്ഖ് പട്ട് ഹസ്രത്ത് എന്നീ ഗുരുപ്രമുഖരുടെ ശിഷ്യത്വമായിരുന്നു. ബാക്കിയാത്തിൽ ബഹു അഹമ്മദ് കോയ ശാലിയാത്തി, പുതിയാപ്പില അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഖുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, കാപ്പാട് കുഞ്ഞമ്മദ് മുസ്ലിയാർ, കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ പ്രഗൽഭ പണ്ഡിതരുമായി പല നിലക്കും ബന്ധപ്പെട്ട് ത്വരീഖത്തും ഇജാസത്തും കരസ്ഥമാക്കിയിട്ടുണ്ട്. മഹാനവറുകളുടെ പാണ്ഡിത്യവും കൂർമ്മ ബുദ്ധിയും കാരണം വെല്ലൂർ വാക്കിയാത്തിലെ പഠനകാലത്ത് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് ചുറ്റും വട്ടമിട്ടിരുന്നു. പ്രഗൽഭ ശിഷ്യന്റെ കഴിവ് മനസ്സിലാക്കിയ കോളേജിലെ ഉസ്താദുമാർ പല പ്രധാന വിഷയങ്ങളുടെയും ക്ലാസ് തന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. കോളേജ് വിദ്യാർത്ഥികൾ മഹാന്റെ ക്ലാസ്സിൽ ആവേശപൂർവ്വം പങ്കുകൊണ്ടു. തക്മീനി സദ്ര മുതലായ ശാസ്ത്ര ഗ്രന്ഥങ്ങളും മറ്റു കെട്ടുപിടഞ്ഞ ഗഹനങ്ങളായ വിഷയങ്ങളുമായിരുന്നു മഹാൻ ക്ലാസ് നടത്തിയിരുന്നത്. കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, നെല്ലിക്കുത്ത് മുഹിയുദ്ദീൻ എന്ന ബാപ്പുട്ടി മുസ്ലിയാർ, O.K. സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, ഓടക്കൽ തുടങ്ങിയവരടക്കം പലരും അവിടെ വെച്ച് അദ്ദേഹത്തിൽ നിന്നും കിതാബ് ഓതിയിരുന്നു. പൂർണ്ണ മാർക്കോടെ ബിരുദം നേടിയപ്പോൾ ബിരുദദാനം നടത്തിയിരുന്ന ഷെയ്ഖ് വിയാഉദ്ദീൻ ഹസ്രത്ത് ഈ മഹാജ്ഞാനിയുടെ മുഖത്തു നോക്കി അഭിമാനപൂർവ്വം പറഞ്ഞു, താങ്കൾക്ക് അനുഗ്രഹാശിസ്സുകൾ നേരുന്നു. താങ്കൾ സ്ഥാപനത്തോടുള്ള കടപ്പാട് നിർവഹിക്കുക. ബിരുദമെടുത്ത വർഷം അഥവാ 1940 മുതൽ 1948 വരെ വെല്ലൂർ ബാഖിയാത്തിൽ തന്നെ മുദരിസായി നിയമിക്കപ്പെടുകയും അവിടെ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ഷെയ്ഖ് അബ്ദുറഹീം ഹസ്രത്തും ഷെയ്ഖ് ആദം ഹസ്രത്തും അവിടുത്തെ ഫത്വ മേധാവികളായിരുന്നപ്പോൾ ഇസ്ലാമിലെ അനന്തരാവകാശ വിധികൾ അഥവാ ഫറായിദ് തുടങ്ങിയ വിഷയങ്ങളിൽ ഫത്വ നൽകാൻ പിൽക്കാലത്ത് ശംസുൽ ഉലമ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഇ.കെ. അബൂബക്കർ മുസ്ലിയാരിനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ഷാഫി ഫിഖ്ഹിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും മഹാനവറുകളിലായിരുന്നു. അനാരോഗ്യം കാരണമാണ് വെല്ലൂർ വിട്ടത്. അനന്തരം മലയാളക്കരയിലെ ഇസ്ലാമിക പ്രവർത്തന രംഗത്തിന് ചൂടും ചുണയും പകർന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന വേദിയിൽ സജീവമായി പ്രത്യക്ഷപ്പെട്ടു. കേരളത്തിലെത്തിയ ശംസുൽ ഉലമ തളിപ്പറമ്പ് ഖുവ്വത്തുൽ ഇസ്ലാം അറബി മദ്രസ, പാറക്കടവ് ജുമുഅത്ത് പള്ളി എന്നിവിടങ്ങളിൽ മുദരിസായി. തുടർന്ന് പട്ടിക്കാട് ജാമിഅ അന്നൂരിയയിൽ 1963 മുതൽ പ്രിൻസിപ്പളായ ശംസുൽ ഉലമ 1977 വരെയുള്ള സേവനത്തിനു ശേഷം അവിടം വിട്ട് കാസർകോടിനടുത്ത് പൂച്ചക്കാട് മുദരിസായി. പിന്നീട് നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ പ്രിൻസിപ്പളായ മഹാനവറുകൾ മരിക്കുന്നതുവരെ അവിടെ തുടരുകയായിരുന്നു. സഖാഫി, ഫൈസി, ബാഖവി, ദാരിമി തുടങ്ങി മതവിജ്ഞാനങ്ങളിൽ ബിരുദമുള്ള 12,000-ഓളം പേരടക്കം അനേകം പേർ മഹാന്റെ ശിഷ്യന്മാരായുണ്ട്. ഉള്ളാൽ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ, സഹോദരൻ കൂടിയായ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ,
കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, CM വലിയുല്ലാഹി മടവൂർ, സയ്യിദ് അലി ബാഫഖി തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സഅദിയ മുദരിസ് AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, PPM പാറന്നൂർ, VPM വല്യാപ്പള്ളി, പൊട്ടച്ചിറ അൻവരിയ പ്രിൻസിപ്പളായിരുന്ന കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ പ്രഗത്ഭരായ ശിഷ്യന്മാരുടെ നിര നീളുന്നുണ്ട്. 1957 സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി പൊതുരംഗത്ത് കടന്നുവന്ന മഹാനവർകൾ ഉജ്ജ്വല വാഗ്മിയും സുന്നി പ്രസ്ഥാനത്തിന്റെ പടനായകനുമായിരുന്നു. സുന്നി വിരോധികളെ തൊലിയുരിച്ചു കാണിക്കുന്ന മഹാൻ പ്രതിലോമ ശക്തികൾക്കെന്നും ഒരു പേടി സ്വപ്നമായിരുന്നു. സമസ്തയെ കേരള മണ്ണിൽ ഒരു അജയ്യ സുന്നി പ്രസ്ഥാനമാക്കി വളർത്തിയതിൽ മഹാന്റെ തീപ്പൊരി പ്രസംഗവും പുത്തൻ പ്രസ്ഥാനങ്ങളെ മുട്ടുകുത്തിക്കാനുതകുന്ന പാണ്ഡിത്യവും ഏറെ പങ്കുവഹിച്ചിട്ടുണ്ട്. 4 പതിറ്റാണ്ടോളം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി തുടർന്നു. പൂനൂരിൽ നടന്ന സുന്നി മുജാഹിദ് സംവാദത്തോടെയാണ് മഹാൻ പൊതുജനങ്ങൾക്കിടയിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അതിനുശേഷം എടവണ്ണ, ഒതായി തുടങ്ങി ഒട്ടേറെ സംവാദങ്ങളിൽ സുന്നി വിഭാഗത്തിന്റെ വക്താവായി എതിർകക്ഷികളെ നേരിട്ടത് മഹാനവറുകളായിരുന്നു. മഞ്ചേരിയിൽ വെച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്ന സംവാദം ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു. വഹാബി മുത്തപ്പന്മാർക്കെതിരെ പൂനൂരിൽ അദ്ദേഹം തനിച്ച് നടത്തിയ വാദപ്രതിവാദമാണ് മതനവീകരണ പ്രസ്ഥാനത്തിന്റെ ആക്രമണത്തിൽ നിന്ന് മലബാറിനെ തടഞ്ഞു നിർത്തിയതെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. ഒരു സമയം ക്രൈസ്തവ മിഷണറിമാരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം നേരിട്ട് തോൽപ്പിക്കുവാനും മഹാനവറുകളുടെ ഉജ്ജ്വലമായ വാഗ്ധോരണിക്ക് കഴിഞ്ഞു. ക്രൈസ്തവതയുടെ നിരർത്ഥകത പുതിയ തലമുറയിലെ പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെടുത്തുവാനും ക്രിസ്ത്യാനികളെ ആശയപരമായി നേരിടാൻ കെൽപ്പുള്ള ഒരു പണ്ഡിത വ്യൂഹത്തെ വളർത്തിയെടുക്കുവാനും പലയിടത്തും സംഘടിപ്പിച്ച മഹാനവറുകളുടെ ക്ലാസുകൾ സഹായിച്ചു. ആദിയേനി മതക്കാർ ഖുർആൻ ഹദീസ് തുണ്ടുകൾക്ക് വികല വ്യാഖ്യാനം നൽകി ഇസ്ലാമിക സമൂഹത്തെ ഭിന്നിപ്പിക്കാനും മുസ്ലിം സാധാരണക്കാരുടെ ഈമാൻ പിഴപ്പിക്കുവാനും ശ്രമിച്ചപ്പോൾ സുന്നി പണ്ഡിതർ അതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി. ഖാദിയാനി കുഞ്ഞഹമ്മദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഖാദിയാനി നേതാവിന്റെ വാദങ്ങൾ ഖണ്ഡിച്ചുകൊണ്ട് ഷംസുൽ ഉലമ അന്നൊരു ഗ്രന്ഥം തന്നെ എഴുതി. ഖാദിയാനികളുടെ നട്ടെല്ലൊടിച്ച ഗ്രന്ഥമാണത്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അതിന്റെ ഒരു കോപ്പി മഹാന്റെ കൈവശം പോലും അവസാനമുണ്ടായിരുന്നില്ല. പഴയ അങ്ങാടിയിൽ എവിടെയെങ്കിലും ഉണ്ടാവുമെന്നാണ് വഫാത്താകുന്നതിന് മുമ്പ് അൽ ഇർഫാദ് മാസികയ്ക്ക് നൽകിയ അഭിമുഖ സംഭാഷണത്തിൽ മഹാനവറുകൾ പറഞ്ഞത്. ഖാദിയാനി ഖണ്ഡനത്തിനു പുറമെ ഖുതുബയെക്കുറിച്ച് ഒരു ലഘുകൃതിയും മഹാനവറുകൾ രചിച്ചിട്ടുണ്ട്. കിബിലയുടെ ദിക്ക് കണ്ടുപിടിക്കാനായി നമ്മുടെ ഉന്നത കലാലയങ്ങളിൽ പഠിപ്പിച്ചു വരുന്ന റിസാലത്തുൽ മാറദീനി എന്ന മഹൽ ഗ്രന്ഥത്തിലെ വിഷയങ്ങൾ വിവരിച്ചുകൊണ്ട് ഉന്നത വിദ്യാർത്ഥികളെ കണക്കിലെടുത്ത് സരള സുന്ദരമായ ശൈലിയിൽ മഹാൻ അറബിയിൽ എഴുതിയ വ്യാഖ്യാന ഗ്രന്ഥം നിസ്തുലമാണ്. വിദ്യാർത്ഥികളുടെ അപേക്ഷ മാനിച്ചാണിത് വിവരിച്ചത്. സ്വഹീഹുൽ ബുഖാരിക്കു വ്യാഖ്യാനമായി മഹാൻ വളരെയധികം അമൂല്യ വിദ്യാരത്നങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. അവയൊക്കെ മഹാനവറുകളുടെ ക്ലാസുകളിൽ എത്തിയവർക്ക് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. അതുതന്നെ വളരെ പരിമിതമായി മാത്രം. കോഴിക്കോട് ഷെയ്ഖ് അബുൽ വഫ ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാവുദ്ദീൻ ഹിമ്മസി എന്ന മാമുക്കോയ തങ്ങളെ അധികരിച്ച് മൗലിദ് ഗ്രന്ഥം, അജ്മീരിലെ ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളെ കുറിച്ചുള്ള മൗലിദ്, ഖാദിരി ത്വരീഖത്തിന്റെ ഷെയ്ഖും പണ്ഡിതനും സൂഫി വര്യനുമായ അയിലക്കാട് സഈദ് മുസ്ലിയാരെ കുറിച്ചുള്ള മൗലിദ് എന്നിവയും മഹാനവറുകളുടെ രചനകളിൽ ഉൾപ്പെട്ടതാണ്. അത്യധികം ആകർഷകമായിരുന്നു മഹാനവറുകളുടെ വിദ്യാസദസ്. വിദ്യാർത്ഥികൾക്ക് എന്നും അത് ഒരാവേശമായിരുന്നു. ആ സദസ്സിലെന്ന പോലെ കാതുകൂർപ്പിച്ച് ശ്വാസമടക്കി പിടിച്ച് ചലിക്കുന്ന പേനയും പ്രതീക്ഷയുള്ള നയനവും നിറയുന്ന ഹൃദയവുമായി ശാന്തസുന്ദരമായി പഠിക്കാനൊരുങ്ങുന്ന വിദ്യാർത്ഥികളുടെ വേദി മറ്റെവിടെയും കാണാൻ കഴിയില്ല. ഷംസുൽ ഉലമയുടെ ക്ലാസ്സിൽ മുട്ടുസൂചി വീണാൽ പോലും കേൾക്കാമായിരുന്നു. മറ്റു പല ക്ലാസുകളിലും ഉറക്കം തൂങ്ങുന്നവരെ കാണാം. പക്ഷേ മഹാഗുരുവിന്റെ ക്ലാസ്സിൽ ഒരാളും ഉറക്കം തൂങ്ങുകയോ അശ്രദ്ധമായിരിക്കുകയോ ചെയ്യാറില്ലായിരുന്നു. ഘനഗാംഭീര്യമായിരുന്ന ആ ശബ്ദം ഹൃദയങ്ങളെ കോരിത്തെരിപ്പിച്ചു. ചന്ദ്രബിംബം പോലെയുള്ള ആ മുഖത്ത് പാരമ്പര്യത്തിന്റെയും പാണ്ഡിത്യത്തിന്റെയും ഗാംഭീര്യം വിടരുമായിരുന്നു. ആ പണ്ഡിത ജ്യോതിസിന്റെ ഖുർആൻ വ്യാഖ്യാനമായിരുന്നു ഏവരെയും ആകർഷിപ്പിച്ചിരുന്നത്. അനുവാചക ഹൃദയങ്ങളെ വിജ്ഞാനത്തിന്റെയും പ്രായോഗിക വ്യാഖ്യാനത്തിന്റെയും പുത്തൻ ചക്രവാളങ്ങളിലേക്ക് ആനയിക്കുകയായിരുന്നു. പൂർവികരുടെ ഖുർആൻ വ്യാഖ്യാനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അവയെ ആധാരമാക്കി ഖുർആനിന്റെ സമകാലികത ബോധ്യപ്പെടുത്തിയായിരുന്നു അവിടത്തെ ഓരോ വാക്കുകളും. ഹദീസ് ശാസ്ത്രത്തിലും ഫിഖഹിലും തന്റേതായ ഒരു പ്രത്യേക ശൈലിയും സരണിയിലുമായിരുന്നു മഹാനവറുകൾ ക്ലാസ് എടുത്തിരുന്നത്. പ്രതിയോഗികളുടെ മുന്നിൽ ഇരുതല മൂർച്ചയുള്ള ഖഡ്ഗമായിരുന്നു. 1961 ആദ്യത്തെ ഹജ്ജ് ചെയ്ത മഹാനവറുകൾ 2 തവണ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. UAE അടക്കം പല വിദേശ രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ ഉറുദു, അറബി, സുറിയാനി, ഇംഗ്ലീഷ്, തമിഴ് ഭാഷകളിൽ നല്ല പരിജ്ഞാനമുണ്ടായിരുന്നു.
പല വിഷയങ്ങളിലും സംശയം തീർക്കുവാൻ ഈ പണ്ഡിത വരേണ്യരെ സമീപിക്കുന്നവർ നിരവധിയായിരുന്നു. ശത്രുക്കൾ പോലും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിലുള്ള അഗാധതയെ വാഴ്ത്തിയിരുന്നു. 70 മഹല്ലുകൾ ഉൾക്കൊള്ളുന്ന മട്ടന്നൂർ സംയുക്ത ജമാഅത്ത് അടക്കം നിരവധി മഹല്ലുകളുടെ കാളിയായിരുന്നു. വെല്ലൂരിൽ പഠിക്കുന്ന കാലത്ത് കാഞ്ഞങ്ങാട് അബൂബക്കർ മുസ്ലിയാർ, നെല്ലിക്കുത്ത് AP കുഞ്ഞഹമ്മദ് മുസ്ലിയാർ,